ക്യാൻസർ പൊതുവെ രണ്ട് വിധത്തിലുണ്ട്. യാതൊരു ലക്ഷണങ്ങളും കാണിക്കാതെ ക്യാൻസർ നമ്മുടെ ശരീരത്തിലുണ്ടാകും. എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുമ്പോഴായിരിക്കും ക്യാൻസർ സെല്ലുകളെ തിരിച്ചറിയുന്നത്. രണ്ടാമത്തേത്, ക്യാൻസർ വരുമ്പോഴേ നമുക്ക് സിംറ്റംസ് കാണിക്കും. ശരീരത്തിൽ ഓരോ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ മറ്റു പല രോഗങ്ങളാണെന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ട് ചികിത്സിക്കുകയും ചെയ്യും. ഇതിൽ ഏത് ടൈപ്പ് ആണെങ്കിലും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രധാനം. എത്രത്തോളം ലേറ്റ് ആവുന്നോ അത്രത്തോളം ഈ ഒരു അസുഖം ഗുരുതരമാകുകയുള്ളൂ. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാ ലക്ഷണങ്ങളും ക്യാൻസറിൻ്റെ ആവണം എന്നുമില്ല. പക്ഷേ ഈ ലക്ഷണങ്ങൾ വന്നാൽ ക്യാൻസർ അല്ലെന്ന് നമ്മളൊരു ഡോക്ടറെ കണ്ട് ഉറപ്പാക്കിയ ശേഷം വേണം ബാക്കി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ. ഈ അടുത്തിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്, അവർക്ക് നേരത്തെ ദേഹത്ത് തടിച്ച പാടുകൾ വരുമായിരുന്നു. ആ പാടുകൾ വരുന്ന സമയത്ത് അലർജി ആണെന്ന് കരുതി അലർജിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. സ്കിൻ അലർജി ആണെന്ന് കരുതിയിട്ടാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് ക്യാൻസറിൻ്റെ ലക്ഷണമായിരുന്നു. ശരീരത്തിൽ എവിടെയെങ്കിലും ചുവന്ന് തടിച്ച പാടുകൾ സ്ഥിരമായിട്ട് വരിക, നീര് പോലെ വരിക, ഡിസ്കളറേഷൻ ഉണ്ടാവുക എന്നിവയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഡോക്ടറെ കണ്ട് അത് വേറൊരു പ്രശ്നവും അതായത് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും അല്ലെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ ലക്ഷണം സുഖപ്പെടാത്ത വ്രണം, അതായത് സ്ഥിരമായിട്ട് ദേഹത്ത് എവിടെയെങ്കിലും വ്രണം വരിക. പലപ്പോഴും അത് ഷുഗറിൻ്റെ ആണെന്ന് കരുതിയിട്ടോ ഇൻഫെക്ഷനാണെന്നോ കരുതിയിട്ട് ഒരുപാട് ചികിത്സിക്കുന്ന ആളുകളുണ്ടാകും. പക്ഷേ അങ്ങനെ വരുന്ന വ്രണങ്ങൾ ക്യാൻസർ അല്ലെന്ന് ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. അടുത്ത ലക്ഷണം സ്ഥിരമായിട്ടുണ്ടാകുന്ന വയറുവേദനയാണ്. വയറുവേദന വന്നാൽ പലപ്പോഴും നമ്മൾ അൾസർ ആണെന്ന് കരുതിയിട്ടോ ഗ്യാസ് ആണെന്നോ കരുതിയിട്ട് നാടൻ മരുന്നിലേക്ക് പോവാറുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റാസിഡ്സ് കഴിക്കാറുണ്ട്. അത് തെറ്റായ രീതിയാണ്. വയറ്റിൽ ഇങ്ങനത്തെ ഗുരുതര പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് 6 മാസം കൂടുമ്പോഴോ വർഷത്തിലൊരിക്കലോ USG അല്ലെങ്കിൽ അൾട്രാസോണോഗ്രാഫി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അസുഖങ്ങളുണ്ടോ, ക്യാൻസർ പോലുള്ള അസുഖങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയും. അടുത്ത ഒരു പ്രധാന ലക്ഷണമാണ് പെട്ടെന്നുണ്ടാകുന്ന ഭാരക്കുറവ്. നമ്മൾ ഡയറ്റ് ഒന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് വെയിറ്റ് കുറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ക്യാൻസർ സെല്ല് നമ്മുടെ ബോഡിയിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ക്യാൻസർ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് ഡൗട്ടുള്ളവരുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻറ്റെസ്റ്റൈൻ അല്ലെങ്കിൽ നമ്മുടെ വയറ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ക്യാൻസർ ഉണ്ടെന്ന് അറിയാൻ നമ്മൾ USG ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇനി അതല്ല, നിങ്ങൾക്ക് ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, ക്യാൻസർ മാർക്കർ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർ ആ ടെസ്റ്റുകൾ എഴുതി തരുന്നതാണ്. പെട്ടെന്ന് ശരീരഭാരം കുറയുകയാണെങ്കിൽ അത് ഫുഡിൻ്റെയോ അല്ല മറ്റു കാര്യങ്ങൾ കൊണ്ടല്ല എന്ന് ഉറപ്പാക്കുക. അതായത് ക്യാൻസർ ഉള്ള കേസസിലും പെട്ടെന്ന് ശരീരഭാരം കുറയാറുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും അവയവങ്ങളിൽ മുഴ പോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ ന്യൂട്രീഷനൊക്കെ കൂടുതൽ അവിടത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയും നമ്മുടെ ശരീരഭാഗം പെട്ടെന്ന് കുറയുകയും ചെയ്യും. കൂടുതലും അന്നനാളം, ശ്വാസകോശം, പാൻക്രിയാസ് ഈ ഭാഗങ്ങളിൽ ട്യൂമർ വന്നു കഴിഞ്ഞാൽ ഭാരക്കുറവ് ഉണ്ടാവാറുണ്ട്. മറ്റൊരു ലക്ഷണം സ്ഥിരമായിട്ടുണ്ടാകുന്ന തലവേദന. പലപ്പോഴും തലവേദന ഉണ്ടാകുമ്പോൾ